നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാദിൽ നിന്ന് നഴ്സുമാർക്കായുള്ള പ്രത്യേക വിമാനത്തിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ നഴ്സുമാർക്ക് വലിയൊരു ആശ്വാസമാവുന്നതാണ് ഈ വാർത്ത. 2020 ജൂൺ 7-ാം തീയതി ആദ്യ വിമാനം റിയാദിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയുന്നത്. 170-ലധികം വരുന്ന യാത്രക്കാരിൽ 50-ലധികം പേർ ഗർഭിണികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 18ഓളം നവജാത ശിശുക്കളും ഈ യാത്രക്കാരിൽ ഉണ്ട് താനും. 1 വയസ്സിന് താഴെയുള്ള 18ഓളം കുട്ടികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നും വ്യക്തമാവുന്നു. യാത്രക്കാരെ തെരഞ്ഞെടുക്കുന്നത് ആരോഗ്യ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ്. UNA മുഖാന്തരം യാത്രാനുമതിക്കായി കോടതിയെ സമീപിച്ച മുഴുവൻ ഗർഭിണികളായ നഴ്സുമാർക്കും യാത്രാവസരം ലഭിക്കുമെന്നാണ് അറിയുന്നത്. രണ്ടാമത്തെ ചാർട്ടേഴ്സ് വിമാനം ജൂൺ 9-ാം തീയതിയാണ് പുറപ്പെടുക. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന നഴ്സുമാരെ നാട്ടിൽ എത്തിക്കുന്നതിനായി നഴ്സുമാരുടെ സംഘടനയായ UNA നടത്തിയ നിരന്തരമായ ഇടപെടൽ തുടർന്നാണ് ചാർട്ടേഴ്സ് വിമാനത്തിന് വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയ വിമാന സർവീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയതും ഈ നിമിഷം ഓർത്തുപോവുകയാണ്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയല്ല മുഖ്യമന്ത്രി സംസാരിക്കുന്നതെന്നാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ആരോ അദ്ദേഹത്തെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. ദിവസേന 24 വിമാനങ്ങൾ കേരളത്തിലേക്ക് വരുമെന്നാണ് കേന്ദ്രം അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആകെ 12 അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് മാത്രമാണ് കേരളം അനുമതി നൽകിയിരിക്കുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഗൾഫ് സാഹചര്യം പരിഗണിച്ച നിബന്ധന വയ്ക്കരുതെന്നും കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരേണ്ടതെന്നും മുരളീധരൻ പറയുകയും ചെയ്തു. 1 മാസത്തിൽ 360 വിമാനങ്ങൾ കേരളത്തിലേക്ക് സർവീസ് നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം 36 വിമാനങ്ങൾ മാത്രമേ ചാർട്ട് ചെയ്തിട്ടുള്ളൂവെന്നും കൂടുതൽ ചാർട്ട് ചെയ്താൽ അനുവാദം കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. തൊഴിൽ ഉടമകൾക്ക് ചാർട്ടേഡ് വിമാനം അയക്കാമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ അയച്ച കത്തിൽ പറഞ്ഞിട്ടില്ലെന്നും കത്തിലെ വരികൾ പരാമർശിച്ചുകൊണ്ട് മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.